പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മുൾപ്പറപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. പ്രൈസലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. ഞാൻ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, ദൈവം മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ പേര് വിവരങ്ങൾ അഡ്രസ്സുകളൊന്നും നമ്മൾ ദൈവത്തോട് പറഞ്ഞു കൊടുക്കണ്ട. പ്രൈസലോ, നാം ഈ ഭൂമി ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം നമ്മൾ എവിടെ താമസിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മൾ ആരുടെ ഉദരത്തിൽ ഉരുവാകണമെന്നും എവിടെ ജനിക്കണമെന്നും, ഹല്ലേലൂയ, നമുക്ക് എന്ത് പേരിടണമെന്നും എല്ലാം ദൈവത്തിനറിയാം. അങ്ങനെ നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായി നമ്മൾ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന്, അല്ലെ അമ്മയുടെ ഉദരത്തിൽ പുറത്തു വന്ന് നാം താമസിക്കുന്ന പാർക്കുന്ന ദേശത്ത് നമ്മെ തീറ്റിപ്പോറ്റി വളർത്തി എടുക്കുന്ന ദൈവം, അല്ലേരിയ, നമ്മളെ ഈ ഭൂമിക്ക് ജന്മം തന്ന മാതാപിതാക്കൾ നമുക്ക് പേരിടുമ്പോൾ അത് ദൈവം അറിഞ്ഞ് ആണ് ആ പേരിടുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അല്ലേരിയ. കാരണം നമ്മുടെ പേര് പോലും മോശിക്കറിയാം. പലപ്പോഴും പലരുടെയും പേരിനെ ഓർത്ത് പലരും സ്വയം ശപിക്കാറുണ്ട്. ഞാൻ പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ പേര് പലരും വിളിക്കും, എനിക്ക് വളരെ ദേഷ്യവും അരിശവും കോപമൊക്കെ, ഞാൻ അവരെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്രായമായിട്ട്. കാരണം എൻ്റെ പേര് എൻ്റെ പാപ്പച്ചനൊക്കെ ഇട്ടതിനകത്ത് എനിക്ക് വളരെ അതൃപ്തിയായിരുന്നു. പക്ഷെ ഞാൻ പ്രായമായി, അല്ലെങ്കിൽ എനിക്ക് ദൈവവചനം വായിക്കാൻ മനസ്സിലായി. ദൈവവചനം വായിച്ചപ്പോൾ ഓരോരുത്തരുടെയും പേരുകളെ കുറിച്ച് യഹോവയായി ദൈവം മനസ്സിലാക്കുന്നു, ദൈവം അവരെ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിനകത്തെ ഭാരങ്ങൾ മാറിപ്പോയത്. പ്രൈസലോ. അതുകൊണ്ട് ഇവിടെ മോശയുടെ അമ്മയും അപ്പനും മോശയ്ക്ക് പേരിട്ടത് ആ അമ്മയും അപ്പനുമാണെങ്കിൽ അത് ദൈവികമാണ്, ദൈവിക നിശ്ചയമാണ്. നമ്മുടെ പേരുകളെല്ലാം ദൈവം അറിഞ്ഞാണ് ഇടുന്നതെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ പേരിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. പ്രൈസലോട്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പേര് മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞ്, അല്ലെങ്കിൽ നിനക്ക് ആരാണ് ഈ പേരിട്ടത്, നിനക്ക് ആരാണ് ഈ പേരിട്ടത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേരിനെ ചൊല്ലിപ്പോയി നിങ്ങളെ ആരെങ്കിലും കളിയാക്കി ആ അപമാനം നിങ്ങളുടെ ഹൃദയത്തിൽ തളം കെട്ടി നിന്ന് നിങ്ങളെ കളിയാക്കുന്നവരെ നിങ്ങൾ തിരിച്ച് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പ്രതികൂലമായി നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേലൊരു പാപമായി തീരും. ആ പാപം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഒക്കെ ചെയ്തു പോയ പാപങ്ങളെ നിങ്ങൾ തന്നെ പുറത്ത് ക്ഷമിച്ച് നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, കർത്താവേ, എൻ്റെ പേര് അങ്ങ് അറിഞ്ഞിട്ടതാണ്, അവിടുന്നാണ് ഈ പേര് നൽകിയത്, ഞാൻ ആ പേരിൽ സന്തോഷിക്കുന്നത് വേണം. കാരണം മോശെ മോശെ എന്ന് വിളിച്ചപ്പോൾ മോശയ്ക്ക് അത് സന്തോഷമായി. ഹല്ലേലൂയ. അപ്പൊ മുൾപ്പടർപ്പ് വെന്തു പോകുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞ് അല്ലെങ്കിൽ മുന്നോട്ട് ചെന്നപ്പോഴാണ് അല്ലെങ്കിൽ യഹോവയെ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നും മോശെ മോശെ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ വേദപുസ്തകം ഇങ്ങനെ രണ്ട് പേര് രണ്ട് പ്രാവശ്യം പേരിങ്ങനെ വിളിക്കുന്ന ചില വ്യക്തികളുണ്ട്. അതിൽ ഒരാള് അബ്രഹാമിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ 22-11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ മോറിയാമലി യാഗം കഴിപ്പാൻ യാഗപീഠത്തിൽ കിടത്തി മോറിയാമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ കിടത്തിയപ്പോൾ, ആ യാഗപീഠത്തിൽ കിടത്തിയപ്പോൾ മകനെ യാഗം കഴിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോൾ അബ്രഹാം തന്റെ കയ്യിലിരിക്കുന്ന വാളെടുത്ത് മകനെ വെട്ടുവാൻ അല്ലെങ്കിൽ യാഗമാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവിടെ അബ്രഹാമെ ബാലന്റെ മേൽ കൈവെക്കരുത്, അവിടെ രണ്ട് വിളി, അബ്രഹാമെ ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെ, പിന്നെ അടുത്തൊരു വിളി എന്ന് പറയുന്നത് യാക്കൂബിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേശത്തെല്ലാം വലിയ ക്ഷാമമുണ്ടായി. അല്ലേലിയ. ക്ഷാമം വർദ്ധിച്ച് ആഹാരം കിട്ടാതെയായി. അപ്പോഴാണ് മിസ്രൈമിൽ ആഹാരമുണ്ടെന്നും അവിടെ ആഹാരം എല്ലാവർക്കും കൊടുക്കുന്നതെന്നും യാക്കോബ് അറിയുന്നതും തന്റെ മക്കൾ തന്നെ ധരിപ്പിക്കുന്നതും. അങ്ങനെ മിസ്രൈമിൽ പോയി ധാന്യം കൊണ്ട്, അല്ലേലിയ, അവർ വരുമ്പോൾ, അല്ലേലിയ, പിന്നെ അവർക്ക് യോസേപ്പിന് ആ വെളിവായി യോസേപ്പ് അവർക്ക് വെളിപ്പെടുത്തി സഹോദരന്മാർക്ക് തിരിച്ചറിഞ്ഞ് സഹോദരന്മാർ യോസേപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന്
തന്റെ അപ്പനായ യാക്കോബിന്റെ ചെന്ന് പറഞ്ഞപ്പോൾ യാക്കോബിനെയും ആ കുലത്തെ മുഴുവൻ മിസ്രൈമിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ യോസേഫ് ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന സന്ദർഭം മിസ്രൈമിലേക്ക് പോകാൻ യാക്കോബ് ഒരു ദാസനത കാണിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറഞ്ഞു, യാക്കോബെ നീ മിസ്രൈമിലേക്ക് പോകാൻ നീ മടിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യാക്കോബെ ഇവിടെ ദൈവം പേര് ചൊല്ലി വിളിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമുക്ക് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ശമൂവേലിനെ ഹല്ലേലൂയ അവന്റെ അമ്മയപ്പന്മാർ ഹല്ലേലൂയ ആലയത്തിൽ കൊണ്ടുപോയി ദൈവിക നാമത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ ശമൂവേൽ എത്തിയിരുന്നു. ഹല്ലേലൂയ ആലയത്തിൽ കിടന്നുറങ്ങുന്ന സമയത്ത് യഹോവയായ ദൈവം ശമൂവേലിനെ 4 പ്രാവശ്യം വിളിച്ചുവെന്നാണ് വേദപുസ്തകം പറയുന്നത്. എങ്ങനെയാണ് വിളിച്ചത്? ശമൂവേലേ എന്ന. ഹല്ലേലൂയ. ഒന്ന് ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 4 തൊട്ട് 10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ശമൂവേലേ എന്ന് യഹോവ ശമൂവേലിനെ വിളിച്ചു. അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ചെന്ന് ഓടിച്ചെന്ന് അടിയനെ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നു കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. പോയി കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും ശമൂവേലിനെ ദൈവം വിളിച്ചു. അപ്പൊ ഇവിടെ ഈ ഡബിൾ വിളികളാണ് നടക്കുന്നതെല്ലാം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നമ്മുടെ പേര് വിവര അഡ്രസ് എല്ലാം അറിയാവുന്ന ഈ സ്ഥിതിക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി അങ്ങ് സമർപ്പിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത്? ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിന് വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിന്റെ പതനം കണ്ട്, യെരുശലേമിന്റെ നിലവാരം കണ്ട് ദൈവം പറയും, യെരുശലേമേ എന്ന് വിളിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. മാർത്തയെ ദൈവം വിളിച്ച് മാർത്തയെ എന്നാണ് ലൂക്കോസ് സുവിശേഷം 10:41 ഈ ശീമോനെ പത്രോസിനെ ശീമോനെ എന്ന് വിളിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 22:35 ദൈവസഭയെ ഉപദ്രവിച്ച് ദൈവസഭയെ നശിപ്പിച്ച് നടന്ന സാവൂളിനെ അഥവാ ശൗലിനെ ഹല്ലേലൂയ ഡെമോക്കോസ് മെഡിക്കൽ വെച്ച് ദൈവം സന്ദർശിപ്പം ദൈവം വിളിച്ചത് ശൗലേ എന്ന. അങ്ങനെ ഇതെല്ലാം പേര് ചൊല്ലി വിളിക്കുക. അങ്ങനെ ഏകദേശം 8 പേര് ഹല്ലേലൂയ. ആരൊക്കെയാണ്? അബ്രഹാം, യാക്കോബ്, മോശ, ശമൂവേല്, യെരുശലേമേ, മാർത്തി, ശീമോനെ, ശൗലി എന്ന പേര് ചൊല്ലി വിളിക്കുന്ന ഒരു നല്ല ദൈവമായ സഹോദര സൗരി നമുക്കുള്ളത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ പേര് ചൊല്ലി വിളിക്കണമെങ്കിൽ ആ മനുഷ്യന് ജീവൻ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ജീവനുള്ളത് കൊണ്ടാണ്. എനിക്ക് ജീവനില്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എന്നെ വിളിക്കുന്നത്, പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത് എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ്. ജീവനില്ലാത്ത എന്നെ നിങ്ങൾ ആരും വിളിക്കത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്നെ നമ്മൾ സ്നേഹിക്കുന്ന നാം വിളിക്കുന്ന ദൈവം ജീവനുള്ളവൻ. അവൻ സർവശക്തിയുള്ള ദൈവം, സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവമാ. അവൻ ജീവനുള്ള ദൈവമാ. അവൻ മരിച്ച കല്ലറയ്ക്കൊക്കെ തുതുങ്ങിപ്പോയവനല്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. കല്ലറയിൽ അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ പടയാളികൾ, യഹൂദന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ കൊണ്ട് അവനെ കല്ലറയിൽ ഒതുക്കി വെച്ചെങ്കിലും, എങ്ങനെയാ ശവം മരിച്ചു കൊന്നിട്ട് കല്ലറയിൽ ഒതുക്കി വെച്ചെങ്കിലും അവൻ മരിച്ചവനല്ല, അവൻ ജീവിക്കുന്നവനായിരുന്നു. അവനെ കല്ലറയിൽ വെച്ചിട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പുറത്തു വന്ന് മന്ദലക്കാരത്തി മറിയയ്ക്കും എമ്മോസിലേക്കും ശിഷ്യന്മാർക്കും 11 പേർക്കും 500-ലധികം പേർക്കും പ്രത്യക്ഷനായി 40 നാളുകൾ ശിഷ്യന്മാരോടൊപ്പം അവർക്ക് പ്രത്യക്ഷനായി. അവർക്ക് 40-ാം നാൾ ഹല്ലേലൂയ നിയോഗം കൊടുത്ത് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ, പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവൻ, തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് അപ്പോസ്തലപ്രവൃത്തി 1:11 പറയുന്നത് പോലെ 50-ാമത്തെ ദിവസം നമ്മൾ നോക്കിയാട്ട് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണത്തിൽ 50-ാമത്തെ ദിവസം 120 പേർ മർക്കോസിന്റെ മാളികമുറിയിൽ ഒന്നിച്ചിരുന്ന് കൂടിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം നിങ്ങൾ വായിച്ചാലും കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ മധ്യേ ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 തൊട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവരെല്ലാം ആത്മാവ് നിറയപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അന്യഭാഷകൾ നിറയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇതൊക്കെ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളുടെ നടുവില്, പ്രശ്നങ്ങളുടെ നടുവിൽ നീ ഇന്ന് പകൽക്കാലം അടിപതറി പോകാതെ, വീണ് താഴടിയായി പോകാതെ, വീണിടത്ത് കിടന്ന് ഉരുണ്ട് നീ നിന്നെ തന്നെ തകർത്ത് കളയാതെ, ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിന്റെ ജീവിതം നീ ഉടുക്കിക്കളയാതെ ആത്മഹത്യക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, നിന്റെ ജീവിതം തകർത്താൻ നിനക്ക് ഇവിടെ രക്ഷ കിട്ടും, മോക്ഷം കിട്ടും, ഇവിടുന്ന് പോയി കളയാമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നീ നിന്നെ തന്നെ തകർത്ത് താഴടിയായി കളയാതെ, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാതെ,
ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവത്തിന്റെ മുമ്പിൽ ആ സാഷ്ടാംഗം വീണ് നിന്നെ ഒന്ന് സമർപ്പിക്കുന്ന നീ പറയണം, കർത്താവേ, അബ്രഹാമിനെ നീ വിളിച്ച ദൈവമാണല്ലോ, യാക്കോബിനെ വിളിച്ച ദൈവമാണല്ലോ, മോശയെ വിളിച്ച ദൈവമാണല്ലോ, അല്ലെങ്കിൽ ശമൂവേലിനെ വിളിച്ച ദൈവമാണ്, യെരൂശലേമിന്റെ പതനം കണ്ട് യെരൂശലേമിനെ കുറിച്ച് കരഞ്ഞവനാണല്ലോ, അല്ലെങ്കിൽ സ്തോത്രം, പത്രോസിനെ വിളിച്ച ദൈവമാണല്ലോ, മാർത്തയെ വിളിച്ച ദൈവമാണ്, ശൗലിനെ വിളിച്ച ദൈവമാണല്ലോ, എന്നെ അങ്ങ് വിളിക്കാൻ ശക്തനാണല്ലോ എന്ന് പറഞ്ഞ് നീ ദൈവോപാധി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ മാറ്റിക്കളയുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതത്തിന്റെ ദുരന്തങ്ങളെ മാറ്റിക്കളയാൻ കഴിയും. നോക്കി, ഇന്ന് കുടുംബങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കും. കുടുംബങ്ങൾക്കകത്ത് വലിയ ദുരന്തങ്ങൾ. മാതാപിതാക്കൾക്ക് സ്വസ്ഥമായിട്ട് ഭവനത്തിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല. സ്വന്തം മാതാപിതാവ് മക്കളെ പേടിച്ച് ഭയന്നാണ് കിടക്കുന്നത്. മക്കൾ ഏത് സമയത്താണ് മദ്യപിച്ച് വെളിവില്ലാതെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നൊന്തുപറ്റ വയറിനെ നൊന്തുപറ്റ മാതാവിനെ കൊല്ലുന്നത്, അവരെ അസഭ്യം വിളിച്ചു പറഞ്ഞ് അവരുടെ അവരോട് ജഡികമായി പെരുമാറുന്നത്, പിതാക്കന്മാർ ഭയന്ന് കിടക്കുകയാണ്. മക്കൾ തന്നോളമായി കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയുടെ മാതാപിതാക്കൾ ഭാരപ്പെടുന്നു. അല്ലേ? അങ്ങനെ കുടുംബങ്ങൾക്കകത്തന്നെ ദുരന്തങ്ങൾ സാത്താൻ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. ദൈവത്തിന് മുടങ്ങാലം മുടക്കി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അല്ലേ, മോശയെ വിളിച്ച ദൈവം നിന്നെ വിളിക്കും. മുൾപ്പറപ്പ് കത്തിപ്പോകാതിരിക്കുന്നത് കണ്ടപ്പോൾ ഈ വലിയ കാഴ്ച എന്തെന്ന് നോക്കാൻ വേണ്ടി അല്ലേ, മോശ മുൾപ്പറപ്പെങ്കിലും അടുത്തപ്പോൾ യഹോവ മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്ന് മോശേ എന്ന് വിളിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. നിന്റെ കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണനീരിന്റെ, വേദനയുടെ നടിയിലൂടെ, മരണഭയത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കും. നീ കൂരിരുൾ താഴ്വരയിലൂടെ കടന്നുപോയാൽ ഒരു അനർത്ഥവും ഭയപ്പെടാതെ നിന്നെ കാത്തു സൂക്ഷിപ്പാൻ ദൈവമുണ്ട്. അവൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാവോ? കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കാക്കുന്നവനാ ദൈവം. അവൻ നിനക്ക് തീമതിലായി വേലി കെട്ടി സൂക്ഷിക്കുന്നവനാണ്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി ഒരു മനുഷ്യൻ ശത്രു തൊടാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതം തകർന്നു പോകരുത്. നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. നീ കർത്താവിന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്ക്. അവൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. അപ്പൊ വേദപുസ്തകം ഈ സത്യമായ തെളിവ് തരുമ്പോൾ നമ്മൾ ഇതിനെ പിന്നെ അവിശ്വസിക്കരുത്. അല്ലെങ്കിൽ വേദപുസ്തകം സത്യമായിട്ട് തന്നെ വെളിപ്പാടുകൾ നൽകിയാണ്, തെളിവുകൾ നൽകിയാണ്. തെളിവുകൾ ഓരോന്ന് നിരത്തി വെച്ച് ഞാൻ ദൈവത്തിന്റെ പദങ്ങളോട് പറയുമ്പോൾ എന്നെപ്പോലെ കൂടാനുകൂടി ദൈവദാസന്മാർ, ദൈവമക്കൾ, ഭക്തന്മാർ ഉണ്ട് പ്രസംഗിക്കുന്നവർ കേട്ടോ. ഞാനൊരുവൻ മാത്രമല്ല, ലോകവും പാടും വിവിധ ഭാഷകളിൽ, വിവിധ ജാതിയിലുള്ള, വിവിധ മതസ്ഥരായിരുന്നവർ ഒന്നിച്ചു വന്ന് സമ്മേളിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചവർ ദൈവത്തിന്റെ ദാസന്മാരായി അവരെ സമർപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഹല്ലേലൂയ, അവരെന്ത് ഈ വചനം വിളിച്ചു പറയുക? എങ്ങനെ അടയാള സഹിതം, തെളിവ് സഹിതം വിളിച്ചു പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, അവൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നീ ഏത് പ്രതിസന്ധികളുടെ നടുവിലാണ് കടന്നു പോകുന്നത്, ഏത് പ്രശ്നങ്ങളെയാണ് നീ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്? കടക്കനിയാണോ, സങ്കടമാണോ, ദുഃഖമാണോ, വ്യാധികളാണോ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന പോരുകൾ ഏതാണെന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് മുൾപ്പറപ്പ് കത്തുന്നതും അതിൽ നിന്ന് ദൈവം കത്തുന്നത് എത്ര നോക്കാൻ മോശ പോയതുപോലെ നീ ഈ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിന്റെ ഭവനത്തിൽ ബൈബിളെങ്കിലും കാണുമല്ലോ. അതിനകത്ത് നിവർത്തി വെച്ച് നീ വായിക്കുന്നെങ്കിൽ ദൈവത്തിനോട് സംസാരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ബൈബിൾ മിക്ക വീട്ടിലും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളെപ്പോലെയുള്ളവർ എല്ലാ വീടുകളിലും ബൈബിൾ കൊണ്ട് കൊടുക്കും. അല്ലെങ്കിൽ ചിലർ സന്തോഷം വാങ്ങും, ചിലർ മേടിച്ചു വെച്ചിട്ട് കത്തിച്ച് കളഞ്ഞ് നമുക്കറിയത്തില്ല. എന്നാലും മിക്ക ഭവനം ബൈബിൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. അത് ജീവന്റെ പുസ്തകമാണ്, സത്യവേദ പുസ്തകമാണ്. അതിനകത്ത് എഴുതിയ ജീവന്റെ വചനമാണ്. നിന്നോടുള്ള ദൂതുകളാണ് ആ വചനത്തിനകത്തുള്ളത്. അത് സംസാരിക്കും, അതിനോട് ഇടപെടും, അതിനോട് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. അതുകൊണ്ട് ഇരുളിന്റെ അനുഭവത്തിൽ, ഇരുളിന്റെ തടവറയിൽ കടന്നു പോകുന്ന സഹോദര സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് തന്നെ നിന്റെ നന്മയിരിപ്പുണ്ട്.
നിന്റെ ഭവനത്തിന് അകത്ത് തന്നെ നിനക്കുള്ള നന്മ ഇരിപ്പുണ്ട്. നിന്റെ അനുഗ്രഹം നിന്റെ ഭവനത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അല്ലേലൂയ. എന്താണത്? ഞാൻ പറഞ്ഞില്ലേ, സത്യവേദ പുസ്തകം. നിന്റെ കുടുംബ ഇരുളിന്റെ അനുഭവത്തിലാണെങ്കിൽ ആ വെളിച്ചം പകർന്നു തരുന്ന ആ സത്യവേദ പുസ്തകം തുറന്ന് നീ വായിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ജീവന്റെ വചനങ്ങൾ നീ വായിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്റെ ഭവനത്തിന്റെ ഇരുളും മാറുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചുമ്മാ ഇരുന്ന് വായിക്കാനല്ല പറഞ്ഞു, ഇത് പ്രാർത്ഥനയോടെ ധ്യാനിച്ചു വായിക്കണം. അല്ലാതെ കള്ളും കുടിച്ച് അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് ആ സാധാരണ കർമ്മം ചെയ്യുന്നത് പോലെ, ആ ചടങ്ങ് ചെയ്യുന്നത് പോലെ ഇന്ന് ചടങ്ങ് നടത്തിയത് കൊണ്ട് വേദപുസ്തകം ഒരു ചടങ്ങ് നടത്തുന്ന പോലെ ഇന്ന് പ്രാർത്ഥിക്കാനുള്ളതല്ല, വായിക്കുവാനുള്ളതല്ല. ആത്മാവിലിരുന്ന് ദൈവത്തോട് ചേർന്ന്, ദൈവാത്മാവോട് ചേർന്ന് ഏകാഗ്ര ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ, സത്യസന്ധമായ ജീവിത വിശുദ്ധിയോടെ ഈ പുസ്തകം നീ തുറന്നു വെച്ച് വായിച്ച് നിന്റെ സങ്കടങ്ങൾ, നിന്റെ ദുഃഖങ്ങൾ നീ ദൈവത്തോട് പങ്കുവെക്കുമ്പോൾ, ഹല്ലേലൂയ, അവൻ ഉയരത്തിൽ നിന്ന് ഹല്ലേലൂയ നിന്റെ പേർ ചൊല്ലി വിളിക്കും. നിന്റെ പേരെന്തുവാകട്ടെ, അത് കർത്താവിനറിയാം, നീ പറഞ്ഞു കൊടുക്കണ്ട. അല്ലെങ്കിൽ നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ദൈവത്തെ മുൾപ്പറപ്പിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ നിന്ന് മോശയ്ക്ക് ശുശ്രൂഷയുടെ വിളിയുണ്ടായി. മുൾപ്പറപ്പ് ആളി കത്തിക്കൊണ്ടിരിക്കുക. ആളിക്കത്തുന്ന മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്ന് മോശയ്ക്ക് ശുശ്രൂഷയുടെ വിളിയുണ്ടായി. ഉത്തരവാദിത്വവും ചുമതലാബോധവും പ്രേരണയും ഉണ്ടായി. ഉത്തരവാദിത്വം. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്വവും ചുമതലാബോധവും പ്രേരണയും ഉണ്ടായത് അവിടെ വെച്ചാണ്. ഹല്ലേലൂയ. അപ്പൊ മുൾപ്പറപ്പിന്റെ നടുവിൽ നിന്ന് കർത്താവ് മോശയെ പേര് പറഞ്ഞ് വിളിച്ച് മാത്രമല്ല, ശുശ്രൂഷയ്ക്കായുള്ള വിളിയും നൽകുകയും. അല്ലേ, പേര് ചൊല്ലി വിളിക്കുക മാത്രമല്ല, ശുശ്രൂഷയ്ക്കുള്ള വിളിയും കൂടെ ആയിരുന്നു. എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ, ഹല്ലേലൂയ, മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടത് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കുമെന്നൊരു ശബ്ദം കേട്ടു. പുറപ്പാട് 3:10 വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് 3:10 വായിക്കും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ ഫറവോന്റെ അടുക്കൽ ഹല്ലേലൂയ അയക്കും. കണ്ടോ, ദൈവം നമ്മെ പേര് ചൊല്ലി വിളിച്ചിട്ട് ചില ചുമതലകളൊക്കെ തന്നിട്ട് നമ്മോട് പറയാ, നീ ഇന്നിടത്തേക്ക് പോകണം, നീ ഇന്ന് രാജ്യത്തേക്ക് പോകണം, ഇന്ന ഗ്രാമത്തിലേക്ക് പോകണം. അവിടെ ഫറവോനി ശക്തികൾ, അന്ധകാര ശക്തി, ജാതി ശക്തി, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ എന്റെ ജനത്തെ പീഡിപ്പിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, കൊന്നുകൾ എന്റെ നടുവിൽ നീ അവിടെ ചെന്നിട്ട് പറഞ്ഞ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണമെന്ന് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓരോരുത്തരും പറയുകയാണ്. നീ നിൽക്കുന്ന അന്ധകാരത്തിന്റെ മേഖല വിട്ട്, പൈശാചിക ബന്ധനങ്ങൾ വിട്ട്, സാത്താന്റെ തന്ത്രങ്ങൾ വിട്ട്, ഈ ലോകത്തിന്റെ ജടികമായ ജീവിതം വിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ, മോശ ഏൽപ്പിച്ചതുപോലെ ചില ചുമതല ബോധവും ചില ഉത്തരവാദിത്വം പ്രേരണയൊക്കെ തന്ന് ചിലരെ പാപത്തിന് പിടിവിക്കാൻ, വേദനിക്കുവാൻ ദൈവം നിന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് നിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. മോശയ്ക്കൊരു ദൈവവിളി മാത്രമല്ല, ശുശ്രൂഷയ്ക്കുള്ള വിളി. അല്ലെങ്കിൽ അവന് ചുമതലകൾ കൊടുക്കുക. അപ്പോൾ ദൈവം ശമൂവേൽ ബാലനെ തന്റെ കൊച്ചു പ്രായത്തിൽ തന്നെ പേര് പറഞ്ഞ് വിളിച്ചു, മഹാപ്രവാചകനായി ഉയർത്തി. ശമൂവേലിനെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പേര് ചൊല്ലി വിളിച്ചു. ശമൂവേൽ വളർന്നപ്പോൾ ജ്ഞാനത്തിൽ നിറഞ്ഞവനായി മാറി, ദൈവത്തോട് ചേർന്നിരുന്നു. ശമൂവേലിനെ ദൈവം ശക്തനായ പ്രവാചകനാക്കി മാറ്റി. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന ശൗലിനെ അഭിഷേകം ചെയ്തു. ശൗലിന്റെ അനുസരണക്കേട് മുഖാന്തരം തന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് ദാവീദിനെ അഭിഷേകം ചെയ്തു. ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായിരുന്നു, ഒരു ന്യായാധിപനായിരുന്നു, നല്ലൊരു പുരോഹിതനായിരുന്നു, ഒരു മാതൃകാ പുരുഷനായിരുന്നു. അത് ദൈവം ശമൂവേലിനെ തന്റെ ചെറുപ്രായത്തിൽ തന്നെ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി. എന്നാൽ മോശെ 80-ാമത്തെ വയസ്സിലാണ് വിളിച്ചത്. ശമൂവേലിനെ ബാല്യത്തിൽ വിളിച്ചപ്പോൾ മോശ 80-ാമത്തെ വയസ്സിലാണ് വിളിക്കുന്നത്. അപ്പം വിളി എത്ര പ്രായത്തിനിവിടെ പ്രശ്നമില്ല. ദൈവം ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ റെഡിയായിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ബസ്സിലെ പ്രായ വ്യത്യാസം കർത്താവിന് ഒരു വലിയ പ്രശ്നമേ അല്ല.
പ്രായ വ്യത്യാസം കർത്താവിന് വലിയ പ്രശ്നം. എന്നെ കർത്താവ് വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ വിളിക്കുന്ന എന്റെ 36 വയസ്സിലാ. എന്നാൽ എന്റെ ചെറുപ്രായം തൊട്ട് 36 വയസ്സ് വരെ എന്തുകൊണ്ട് എന്നെ ദൈവം വിളിച്ചില്ല? ആ ചോദ്യത്തിന് എനിക്കൊരു മറുപടി ഞാൻ ദൈവത്തോട് ചോദിക്കില്ല. എന്നെ വിളിക്കേണ്ട സമയമായപ്പോൾ ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിന്നെ എത്രയോ പ്രാവശ്യം ദൈവം വിളിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ദൈവിക അരുളപ്പാട് നിന്നെ കിട്ടിയിട്ടുണ്ട്. എത്രയോ ദൈവദാസന്മാരിലൂടെ എത്രയോ കൺവെൻഷനുള്ള മീറ്റിങ്ങുകളിലൂടെ നിന്റെ ദൈവവിളി എത്തിയിട്ടുണ്ട്. നിന്റെ വീട്ടിൽ TV ഉണ്ടല്ലോ, അതിനകത്ത് ദർശനമുള്ള സുവിശേഷം മൊബൈൽ ഇതെല്ലാം കാണാൻ കഴിയുമല്ലോ. അങ്ങനെ പല പ്രാവശ്യം നിന്റെ കാതുകൾ ഇവിടെ എത്തിയില്ല. എത്രയോ ദൈവദാസന്മാർ നിന്റെ ഭവനത്തിനകത്ത് ദൈവദാസം കയറിയിറങ്ങി ഇതിനോട് ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞു നീ ഇതൊന്നും കേൾക്കാതെ ഗമനിക്കാതെ നിന്റെ ഇഷ്ടത്തിന് നടക്കുന്നതുകൊണ്ടാണ് നിന്റെ അനർത്ഥങ്ങൾ മാറിപ്പോകാത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് മടങ്ങി വരണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്രായം ഒരു കാരണമേ ഇല്ല. അവൻ സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുമ്പോൾ ആദ്യം നിങ്ങളുടെ പുത്രിമാരെ പ്രവചിക്കുന്നവരായി മാറ്റി. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, വിശുദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. കർത്താവിന്റെ യജ്ഞികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കും. അത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-28 വാക്യവും അപ്പോസ്തലർ പ്രവൃത്തി 2-16-17 വാക്യങ്ങൾ വായിച്ചാലും കാണാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. അപ്പൊ ദൈവത്തിന് പ്രായം വ്യത്യാസമല്ല. ഭൂമി മനുഷ്യർക്കാണ് പ്രായം വ്യത്യാസം. മനുഷ്യനാണ് പ്രായത്തെ അളവ് കൊണ്ട് തൂക്കി നോക്കുന്നത്. പക്ഷെ ദൈവം നമ്മുടെ പ്രായത്തെ അളവ് കൊണ്ട് തൂക്കി നോക്കുന്നില്ല. ശുശ്രൂഷയ്ക്ക് പ്രായം വ്യത്യാസമില്ല. ഈ ലോകത്തിൽ നാം ചെയ്യുന്ന ജോലിക്ക് പ്രായം വ്യത്യാസമില്ലാത്ത, പ്രായം ഒരു പ്രശ്നമല്ലാത്ത ദൈവിക ശുശ്രൂഷയ്ക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ, നിങ്ങൾ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പോൾ എപ്പോഴാണ് എത്ര വയസ്സിന് പെൻഷൻ വരുന്നത് എനിക്കിതിനെ അറിയത്തില്ല കേട്ടോ. ആ കാലാവധി നിങ്ങളുടെ കാലാവധി അവസാനിക്കും. എന്നാൽ സുവിശേഷ വേല എന്ന് പറയുന്നത് മരണം വരെ ചെയ്യുന്നതാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത് മരണം വരെ, നമ്മുടെ മരണത്തോടു കൂടി മാത്രമേ ശുശ്രൂഷ നമ്മൾ അവസാനിക്കത്തുള്ളൂ. അതുവരെ ഈ ശുശ്രൂഷ വിളി നമ്മൾ കടന്ന് കത്തിക്കൊണ്ടേ ഉത്തരവാദിത്വബോധവും ചുമതലാബോധവും പ്രേരണയും ദൈവം തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചമാരും ഒക്കെ ഈ ടൗണിലൊക്കെ സൂചിച്ചേനം വിളിച്ച് പറന്ന് കാട്ടുന്നില്ലേ? നിങ്ങൾ കണ്ടില്ല, തിരുക്കോണുകളൊക്കെ പ്രായമായ അമ്മച്ചിമാർ സമയം തല നരച്ച് വളരെ പ്രായം ചെന്ന ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് പഴയ കാലത്തെ രീതി അനുസരിച്ച് പല്ലുമൊക്കെ പൊഴിഞ്ഞ് സംസാരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ശക്തമായിട്ട് സുവിശേഷം വിളിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പ്രായം ദൈവത്തിന് പ്രശ്നമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, കാലിന് സ്വാധീനമില്ലാത്ത ചില സഹോദരന്മാർ അവർക്ക് കൊടുത്തിരിക്കുന്ന വണ്ടിയിൽ അവർ നടന്ന് സുവിശേഷം വിളിച്ച് പറയുന്നത് കണ്ടിട്ടില്ലേ? 2 കാലുകളുമില്ലാത്ത വ്യക്തി സുവിശേഷം വിളിച്ച് പറയുന്നത് ശക്തമായി കൺവെൻഷൻ പ്രാസംഗികനായി മാറി വിദേശ രാജ്യത്ത് നിങ്ങൾ കണ്ടില്ലേ? കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സുവിശേഷം വിളിച്ച് പറയുന്നത് കണ്ടിട്ടില്ലേ? ചെവി കേൾക്കാത്തൊരു സുവിശേഷം വിളിച്ച് പറയുന്നത് കേട്ടിട്ടില്ല? അങ്ങനെ എല്ലാ മേഖലയും ദൈവം തന്റെ ദാസീദാസന്മാരെ വേലയ്ക്ക് വേണ്ടി ഒരു ഇതൊക്കെ കണ്ടിട്ടെങ്കിൽ നീ മാനസാന്തരണം. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്നേഹിക്കുന്ന മോശയുടെ മേൽ കർത്താവിന്റെ വിളി ഉണ്ടായതിനാൽ ഫറവോനോടും അവന്റെ മന്ത്രവാദികളോടും അവന്റെ എതിർത്ത് നിൽപ്പാൻ മോശയ്ക്ക് കഴിഞ്ഞു. മോശയുടെ ദൈവ വിളിയുള്ളതോട് മിസ്രൈമിലെ ഫറവോന്റെ ആധിപത്യത്തെ, ഫറവോന്റെ രാജ്യത്തിലെ മന്ത്രവാദികളോടും ശബരവാദികളോടും ദുർമന്ത്രവാദികളോടും ഒക്കെ എതിർത്ത് നിൽപ്പാൻ മോശയ്ക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. മോശയെ അതിജീവിക്കുവാൻ ഹല്ലേലൂയ ഫറവോനും മന്ത്രവാദികൾക്ക് ശബരവാദികൾക്ക് അവിടുത്തെ ദുർബോധ ശക്തികൾക്ക് കഴിഞ്ഞില്ല. മിസ്രൈമിലേക്ക് മോശ ചില ദൈവിക അഭിഷേകത്തോടാണ്. അഭിഷേകമുള്ള മോശ എതിർത്ത് നിൽപ്പാൻ ഫറവോന് കഴിയുന്നില്ല, അവിടുത്തെ മന്ത്രവാദികൾക്കും കഴിയുന്നില്ല. ബാധകൾ ഒന്നിനു പുറകെ ഒന്നായി ബാധകൾ അയച്ചു. ആ ബാധ മുഖാന്തരം ഫറവോനും മിസ്രൈമിനും വളരെ ഭാരപ്പെട്ടപ്പോൾ അവർ മോശയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഈ മഹാബാധയിൽ ഞങ്ങളെ മാറ്റി തന്നെ മോശേ, നിന്റെ വാക്കുകൾക്ക് മാത്രമേ വിലയുള്ളൂ. നീ പറഞ്ഞാലേ ദൈവം കേൾക്കുള്ളൂ. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞങ്ങൾ ഈ ദുർമന്ത്രവാദ ദുർസേവനം പുറകിലായിപ്പോയി. അതുകൊണ്ട് ഞങ്ങളുടെ ദേശത്ത് ബാധ മാറ്റി തരുവാൻ മോശയോട് പോലും ഫറവോൻ അഭിഷേകം നമ്മൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. കാരണം എന്തുവാ? മോശയുടെ മേൽ അഭിഷേകമുള്ളത്. മറ്റവരുടെ മേൽ ഫറവോന്റെ മേൽ അഭിഷേകമില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഭരണാധികാരികളുടെ മേൽ അഭിഷേകമില്ല. ഭരണാധികാരികള് അവർ സ്വയത്തിലാണ്, ബുദ്ധിയിലാണ്, ജഡത്തിലാണ് എല്ലാം ചെയ്യുന്നത്.
എന്നാൽ മോശ ചെയ്യുന്നത് അഭിഷേകത്തിനാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ മോശയെ അതിജീവിക്കുക മിസ്രയീമിൽ കഴിഞ്ഞ് അതെ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിങ്ങളുടെ കരങ്ങൾ പിടിച്ചവൻ വിശ്വസ്തനാണ്, ആർക്കും നിങ്ങളെ ചേർത്ത് നിൽക്കാൻ കഴിയില്ല. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിങ്ങളെ വിളിച്ചവൻ ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിങ്ങളുടെ കരങ്ങൾ പിടിച്ചിരിക്കും വിശ്വസ്തനാണ്. അതുകൊണ്ട് ശത്രുവിനെ നിന്നെ ചെറുത്ത് നിൽപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ശത്രുവിനെ ചെറുത്ത് നിൽപ്പാൻ കഴിയാതെ വണ്ണം ദൈവം നിങ്ങളെ ആത്മശക്തിയാൽ നിറയ്ക്കും. ആമേൻ. അതുകൊണ്ട് ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദം ദുർസഭകളും പിശാചിന്റെ പല പദ്ധതികളും നിനക്ക് നേരെ കടന്നു വരുന്നു പറയുമ്പോൾ നീ അതിനകത്ത് ഭാരപ്പെട്ടു പോകരുത്. പ്രത്യേകിച്ച് ദൈവമക്കൾ എത്തിക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആഭിചാര മന്ത്രവാദ ശക്തിയിലെ ഭയപ്പെടിരുന്ന പകൽക്കാലം ഞാൻ പറയട്ടെ, പല ദൈവമക്കൾക്കും ആഭിചാരവും മന്ത്രവാദത്തിന് പേടിയാ. പക്ഷേ എന്റെ കുടുംബത്തിന് വേണ്ടി മന്ത്രവാദം ചെയ്തിട്ട് പൂജ ചെയ്തിട്ടുണ്ട്, കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ആമി ഏലസ് കൊണ്ടിട്ട് തകിട് കൊണ്ടിട്ട് ആമ എലരി ഇട്ടിട്ടുണ്ട്, അങ്ങനെ പലതും കൊണ്ട് മുട്ടത്തോട് കിടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അവരെ അത് ചെയ്ത് ഇത് ചെയ്തതൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ടു പോകരുത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ദൈവം പേർ ചൊല്ലി ദൈവിളിച്ച ദൈവമക്കളെ ചെറുത്ത് തോൽപ്പിക്കാൻ ഈ ലോകത്തിലെ അന്ധകാരിച്ച് ദുർമന്ത്രവാദം കഴിയില്ല. ഒരു വചനമുണ്ട് കേട്ടോ. ആമി സംഖ്യാപുസ്തകം 23-ാം അധ്യായം ഹല്ലേലൂയ 23-ാമത്തെ വാക്യത്തിലേക്ക് ഇരുമ്പോൾ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് ഇരുമ്പുകൊണ്ട് ആഭിചാരൻ യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഭരിക്കുകയില്ല. ആമി ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ആഭിചാരം യാക്കോബിനെ പറ്റുകയില്ല, ലക്ഷണത്തിൽ ഇസ്രായേൽ ഭരിക്കുകയില്ല. അത് മോശയെ ദൈവം മിസ്രയീമിലേക്ക് അയച്ചപ്പോൾ മിസ്രയീമിലെ മന്ത്രവാദികളും ദുർമന്ത്രവാദികളും ഫറവോൻ അടക്കം മോശയ്ക്കെതിരെ ഒരുപാട് ആഭിചാര മന്ത്രവാദങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ ദൈവം പറയുക ആഭിചാരം ഹല്ലേലൂയ യാക്കോബിന് പറ്റുകയില്ല. യാക്കോബിന്റെ സന്തതിയായ മോശയ്ക്ക് ആഭിചാരം പറ്റുകയില്ല, ലക്ഷണത്തിൽ ഇസ്രായേലിൽ ഭരിക്കില്ല. അതെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസദാസനെ, ആഭിചാരം നിനക്കെതിരെ ഭരിക്കത്തില്ല കേട്ടോ. നിനക്കെതിരെ ആര് ആഭിചാരം മന്ത്രവാദം ദുർമന്ത്രവാദം ചെയ്താലും ചെയ്തവൻ എത്ര വലിയ ശക്തിയുള്ളവനായിരുന്നു, അവൻ എത്ര കൊടി കെട്ടിയവനായിരുന്നു, കൊമ്പ് വെച്ചവനായിരുന്നാലും, അവൻ എത്ര ഉന്നതനായിരുന്നു, എത്ര പ്രമാണിയായിരുന്നാലും, എത്ര ശക്തിയിൽ അവൻ നിന്നാലും, നിനക്കെതിരെ മന്ത്രവാദം ചെയ്യുന്ന ദുർമന്ത്രവാദം ചെയ്യുന്നവനായിരുന്നാലും അവനും അവന്റെ കുടുംബവും എന്നേക്കുമായിട്ട് നശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്കൊരിക്കലും ഗതി പിടിക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എന്നോരുടെ കുടുംബത്തെ കണ്ണീര. കാരണം ദൈവമക്കളെ ഉപദ്രവിക്കുന്നവനെ ദൈവം വിടത്തില്ല. പത്രം പറഞ്ഞത് എന്റെ അഭിഷേകത്തിനെ തുടരുന്ന. അതുകൊണ്ട് കർത്താവിന്റെ അഗ്നി നിങ്ങളുടെ മേലുള്ളതിനാൽ പാതാളത്തിന്റെ ശക്തികൾ നിങ്ങളെ അതിജീവിക്കത്തില്ല. കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. കർത്താവിന്റെ അഭിഷേകങ്ങളും പാതാള ശക്തികൾ നിങ്ങളെ അതിജീവിക്കത്തില്ല. നെബൂഖദ്നേസർ തീച്ചൂള 7 മടങ്ങ് ചൂടാക്കിയിട്ടും ഇസ്ലാമി ശത്രുക്കൾ മേശ അഭിനയം വെത്തുപോയി ഇല്ല. അല്ലെങ്കിൽ ആകയാൽ യാമേ സ്തോത്രം. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിക്കും ഒരു ശക്തമായ അഭിഷേകത്തെ ദൈവത്തിന്റെ മേൽ പകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് നൽകിയ താലന്തുകളെ, നിങ്ങൾക്ക് നൽകിയ കൃപാവരങ്ങളെ നിങ്ങളത് ശക്തിയോടെ ചെയ്യുന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന വചനത്തെ നീ കർത്താവിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ, ആമയെ വിതയ്ക്കുന്നെങ്കിൽ നിന്നെ ദൈവം ശക്തനാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 12-26 വാക്യം പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പകൽ പ്രഭാതത്തിൽ നിങ്ങൾ വിളിച്ചു പറയുന്ന ശക്തമായ ദൂത് നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ പാതാള ഗോപുരങ്ങൾ സാത്താന് ശക്തികൾക്ക് കഴിയില്ല. കേരളത്തിന്റെ 14 ജില്ലകളിൽ സാത്താന് സഭയുടെ ആരാധനയുണ്ട്, സാത്താന് ശക്തികളുണ്ട്, സാത്താന്റെ അനുയായികളുണ്ട്. അവൻ ഓൺലൈനിലൂടെ സാത്താന്റെ തന്ത്രങ്ങൾ നിന്നെ കുടുക്കി പിശാചിനെ കൊണ്ടുപോകും. സാത്താന് ശക്തികളും സാത്താന് ദൈവങ്ങളും സാത്താന് ആരാധന സാത്താന് സഭ ഇവിടെ ഉള്ളപ്പോൾ അതിന്റെ നടുവിൽ സാത്താൻ നിനക്കെതിരെ എന്ത് തന്ത്രങ്ങൾ ചെയ്താലും എന്ത് മന്ത്രങ്ങൾ ചെയ്താലും നിന്നെ തകർക്കുവാൻ കഴിയില്ല. കാരണം നിന്റെ പേര് അഗ്നിയുടെ അഭിഷേകമുണ്ട്. യഥാർത്ഥയെ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം, നിങ്ങൾ സ്വർഗീയ അഗ്നിയാൽ നിറയണം. എങ്ങും നിങ്ങൾ തീപിടിച്ച് കത്തുന്ന ഒരു അഗ്നിജാലകളായി മാറണം. എന്ന് നിങ്ങൾ എങ്ങും എവിടെയും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ തീ കത്തി നിൽക്കുന്ന, അഗ്നിയാൽ അഭിഷേകത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തീജാലം പോലെ നിങ്ങൾ മാറണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എബ്രായർ 1:7 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. അതൊക്കെ കാണാൻ കഴിയും. ആദിമ അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നി വീണപ്പോൾ അവർ പുറപ്പെട്ടു ചെന്ന് ശുശ്രൂഷ ചെയ്തു തുടങ്ങിനാൽ
കഴിഞ്ഞാൽ സഭ വളർന്നു. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെയും യെരൂശലേം നിവാസികളുടെ പേരും ഹല്ലേലൂയ കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരുന്ന സകല പ്രവാചകൻ 12-10 വാക്യത്തിൽ പറഞ്ഞ വാക്യം, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിക്ക് കൊള്ളായിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 12:49 പറഞ്ഞ ദൈവം കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, പരീക്ഷയിൽ നീ അകപ്പെട്ടു പോകാതെ നിന്നെ കണ്ട് ശക്തമായി ശുശ്രൂഷ ചെയ്യിപ്പിക്കാനാണ് ദൈവം വിളിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്താണ് നമ്മൾ വായിച്ച വചനം? മോശയെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. മുൾപ്പുറപ്പ് കത്തുന്നത് കണ്ടത് എന്തെന്ന് വെച്ച് നോക്കുവാൻ മോശ ചെല്ലുന്നത് കണ്ടപ്പോൾ യഹോവയായ ദൈവം തീയുടെ നടുവിൽ നിന്ന് മോശേ മോശേ എന്ന് വിളിച്ചു. ഇന്ന് മകൾ ദൈവം നിന്നെ വിളിക്കുന്നു. ദൈവത്തെങ്കിലേക്ക് ധരിപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ, കർത്താവേ അഭിഷേകം എൻ്റെ പേരിൽ പകരണം, ശുശ്രൂഷൻ എന്നെ ദൈവശക്തി ഒന്ന് കേൾപ്പിക്കണമെന്ന് പറഞ്ഞ് നീ ദൈവത്തിൻ്റെ നിന്റെ കുടുംബത്തിന്റെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ശാപങ്ങളും മാത്രമാകുന്ന ശക്തികളെല്ലാം മാറി ഇന്ന് പകൽ നീ കുടുംബ സ്വസ്ഥമായി തീരും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജാതിമത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടികൾക്ക് ഒട്ടാകെ പാർക്കുന്ന കേരളത്തിൽ പല രാജ്യങ്ങളുള്ള സകല ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും യുവത്തിനും രാജ്യപുരത്തിൽ അശന യാച റോഹ്മ ചോണ്ടൽ തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, മത നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ നിൽക്കുന്ന സൈന്യന്മാർ അടക്കം സകല ജനങ്ങളെയും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തിലേക്ക് ജനം മടങ്ങി വന്ന് കർത്താവ് ജീവനുള്ള ദൈവത്തിലൂടെ പുതുക്കം പ്രാപിച്ചു വിശുദ്ധി പ്രാപിക്കുവാൻ ഈ ജനത്തിന്റെ ആത്മങ്ങൾ തുറക്കണമേ. പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ മഹാവ്യാധിയുടെ ബന്ധുള്ള കടന്നുപോകുമ്പോൾ വിടിവിക്കണം. കാലവർഷമൊക്കെ കേരളത്തിൽ ശക്തമായി പെയ്തിറങ്ങിയിരിക്കുന്നു. ദുരന്തങ്ങളോ മലയിടിച്ചിലോ പേമാരികളോ കൊടുക്കാറ്റോ ഇടിവെട്ടോ മിന്നലുകളോ കത്താം മലവെള്ളപ്പാച്ചിലുകളോ ഉൾപ്പെട്ട ഒന്നുമാണ് കേരളത്തിലെ 14 ജില്ലകളും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകരാജ്യം അനർത്ഥങ്ങളൊന്നും വരാതെ കാലവർഷത്തെ മഴയുള്ള എല്ലാ രാജ്യങ്ങളിലും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടണമേ. കുടുംബങ്ങൾ വിടിവിക്കപ്പെട്ട സ്വോത്രമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.